ചെക്ക് ചെയ്തു. ചില വരികൾ പുറത്തു വന്നു. അതിൽ പാലക്കാട് സ്ഥാനാർത്ഥി ഒറ്റ രാത്രി കൊണ്ട് വെളുത്തു വന്നപ്പോ മറുകണ്ഠം ചാടിയ ഒരാളാണ്. ഇതൊക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുമ്പോൾ എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക അദ്ദേഹം പറയുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം തള്ളുകയാണ്, തന്റേതല്ല യാത്ര പറയുന്നത്. ചില കാര്യങ്ങളില് ഇ.പി. ജയരാജന് കുറച്ച് ദീർഘവീക്ഷണമുള്ളതായിട്ട് അറിയാം. ഇക്കാര്യത്തിൽ അങ്ങനെ വന്നതായിരിക്കും. അത് അദ്ദേഹം പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് വാർത്തയാവില്ല, അത് ജയരാജൻ പറഞ്ഞുകൊണ്ട് അതൊരു ചർച്ചയായി. അത് അദ്ദേഹം പലതും പറഞ്ഞ് പലതും വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്, പലതും നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്, നിങ്ങൾക്കറിയാലോ. തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഇതൊക്കെ പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നില്ല. പിന്നെ അതിനു മുമ്പ് ഒരു ബൈ ഇലക്ഷനിൽ VS KK രമയെ കാണാൻ, പാറശാല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KK രമയെ കാണാൻ പോയത് ഓർക്കും. അപ്പൊ നെയ്യാറ്റിക്കര തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അതിപ്പം ഇ.പി. ജയരാജൻ അറിയാതെയോ അല്ലെങ്കിൽ ഒന്നും കൊള്ളണ്ടടുത്ത് കൊള്ളാനോ എന്താണെന്ന് പറയാൻ എന്തായാലും നമ്മളത് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അവരുടെ പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ആ പാർട്ടികൾക്കകത്ത് അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടികൾക്കകത്തെ, അതായത് അതിനകത്ത് പ്രധാനപ്പെട്ട അസ്വാരസ്യത്തിന്റെ കാരണം എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ആർക്കും അസ്വാരസ്യം അസ്വസ്ഥയൊന്നും ഉണ്ടാവില്ല, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ. ഇതിന്റെ പ്രശ്നം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നു. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് നമ്മളുടെ വലിയ തർക്കം. ഇപ്പൊ ഇ.പി. ജയരാജനെയൊക്കെ വിടൂ, തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന ജില്ലയിൽ 1-2 നേതാക്കന്മാരെ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കാണാനേ ഇല്ല. പേരൊന്നും ഞാൻ പറഞ്ഞവരെ ഈ പാർട്ടി ഇപ്പൊ ഞാനിപ്പോ ഒരു പേര് പറഞ്ഞാൽ ഇന്നയാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയവർക്ക് സജീവമാകേണ്ടി വരികയും ചെയ്യും. ഞാനിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി ഇ.പി. ജയരാജൻ ഈ തുറച്ചു പറച്ചിൽ ഒന്നും കേരളത്തിൽ ഒന്നും പേടിക്കേണ്ട എന്ന തരത്തിൽ ഇ.പി. ജയരാജന് പിന്തുണ സംരക്ഷണം ഒരുക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് അവര് സംരക്ഷണം കൊടുക്കുമെന്ന് ശ്രീ A.K. ബാലൻ പറയുന്നത് കേട്ടു. ശ്രീ ഇ.പി. ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ CPM-കാരുടെ സംരക്ഷണം RSSന്റെ സംരക്ഷണം CPM-ഉം ആണെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ രണ്ടുപേരിൽ നിന്നുള്ള സംരക്ഷണമല്ല, ഈ രണ്ടുപേരും നടത്തുന്ന വർഗീയതക്കെതിരായിട്ടുള്ള കാവൽ നിൽപ്പ്, വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാവൽ നിൽപ്പ് സംരക്ഷണവും അത് ഞങ്ങൾ ഏറ്റെടുത്തോ. ഇ.പി. ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും UDF അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പോടെയും കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണമുള്ളൂ. എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകം ഇറങ്ങട്ടെ. പുസ്തകം എന്തായാലും ഇ.പി. ജയരാജന്റെ ആത്മകഥ നിർബന്ധമായി വാങ്ങുകയും വായിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ആ സന്തോഷം കൊണ്ടല്ല, ഞാൻ എല്ലാ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇ.പി. ജയരാജന്റെ ആകുമ്പം ഉറപ്പായും വായിക്കും. അത് CPM RSS ബാന്ധവത്തിന്റെ ഒരുപാട് കഥകൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹം എത്രമാത്രം തുറന്നെഴുതുമെന്ന് എനിക്കറിയില്ല. ആ ബാന്ധവത്തിന്റെ രക്തസാക്ഷിത്വ പട്ടം ഭരിക്കേണ്ടി വന്നതും അടക്കമുള്ള വിഷയങ്ങൾ വേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഒരു സംരക്ഷണത്തിന്റെ, ഇന്നത്തെ വാർത്തകളുടെ ഒരു തലക്കെട്ടായി പോകേണ്ടത് RSSന്റെ സംരക്ഷണം, CPM നേതാക്കന്മാരുടെ സംരക്ഷണം RSS ഏറ്റെടുത്തിട്ടുള്ള കൗതുകകരമായ കാഴ്ച പാലക്കാട് കണ്ടുകൊണ്ടിരിക്കും. ബിനോയ് വിശ്വം ഉൾപ്പെടെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ തരത്തിലുള്ള പരാമർശങ്ങൾ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ എന്തായാലും ജാവദേക്കറെ കണ്ടിട്ടില്ല, കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരൊക്കെ കാണുന്നത് എനിക്ക് മനസ്സിലാവാത്തതിന്റെ വാർത്ത എന്താ? CPM നേതാക്കന്മാരും BJP നേതാക്കന്മാരും പരസ്പരം കാണുന്ന വാർത്ത ഒരേ മുന്നണി പ്രവർത്തിക്കുന്ന പാർട്ടി. ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണുന്ന വാർത്തയാണ്. നിങ്ങൾ അങ്ങനെ ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കരുത്. ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കം നിങ്ങൾ വാർത്ത കൊടുക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം PK ഫിറോസിനെ കണ്ടു, അല്ലെ തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്തയാക്കില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പെട്ടെന്ന് പറഞ്ഞ് ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. അവരൊരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ കാണും, ഭക്ഷണം കഴിക്കും, അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതങ്ങനെ
തെറ്റായ അർത്ഥത്തിൽ ദുഷ്ടലാക്കോട് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കെതിരെ അല്ലേ ശ്രീധരേട്ടാ? നമുക്ക് അംഗീകരിക്കാം. വോട്ടർ പേഴ്സും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് CPM-ന്റെ ഭാഗത്ത്. EP ജയരാജൻ ഇപ്പൊ നമ്മുടെ ഗൂഢാലോചന പാർട്ടാണോ? കൊള്ളാം. ഇതിപ്പോ ഇനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം പോലീസ് നമ്മുടേതായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇപ്പം പിന്നെ കൃഷ്ണദാസ് ഏട്ടൻ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടായി മാറിയതായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പൊ ഗൂഢാലോചനയുടെ പാർട്ട് അല്ലാത്ത നേതാക്കന്മാരുടെ ഒരു പട്ടിക പുറത്തുവിടാൻ പറഞ്ഞാൽ മതി. ഇതൊക്കെയെന്ന് പറഞ്ഞ അസ്വസ്ഥതകളാണ്. ഞാൻ പറഞ്ഞു, ഇത് പ്രത്യയശാസ്ത്രപരമായ അസ്വസ്ഥതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നതിനകത്ത് അസ്വസ്ഥത. ഈ അസ്വസ്ഥത വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് നിങ്ങൾ ചർച്ചയാക്കാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്യപ്പെടും. കുറെ ദിവസമായിട്ട് ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞങ്ങൾ ചർച്ച ചെയ്യാൻ, ഇതൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അവർക്കെതിരായിട്ടുള്ള ഒരു നല്ല വടി കിട്ടി എന്നാ എടുത്ത് അങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഇതില്ല. ഞങ്ങൾക്ക് പറയാൻ വിഷയങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്ക് പറയാൻ ഇവിടുത്തെ നെൽ കർഷകന്റെ വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷന്റെ വിഷയമുണ്ട്. ഇന്നലെ നിങ്ങളുടെ മാധ്യമം എന്നോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ 4 അമ്മമാർ വന്നിരിക്കുക. ആ 4 അമ്മമാരിൽ 2 അമ്മമാർക്ക് വീടില്ല, പുതിയ ലൈഫിൽ വീടുകൾ കൊടുക്കുന്നില്ല. ഇതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ അത് അവരുടെ മുന്നണിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കാര്യമായി എടുക്കുന്നത്. പേരാണല്ലോ, പേര് ഇന്ന് കൽപ്പാത്തി പേര് വലിക്കാൻ പഠിപ്പിച്ചോ സ്ഥാനാർത്ഥി? ഞാനാണെങ്കിൽ ഇതിന്റെയൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ. അവിടെ തേരല്ലെന്ന് മാത്രം. തേരല്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ കാഴ്ചകളുടെയും കെട്ടുരുപ്പിടികളുടെയും നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ. അപ്പൊ ഇതൊക്കെ പിടിക്കാനും വലിക്കാനും ഒക്കെ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കുട്ടിക്കാലം തൊട്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പം അതിന്റെ സങ്കല്പങ്ങൾ മാറുന്നു, അതിന്റെ ആചാര രീതികൾ മാറുന്നു എന്നതിനപ്പുറം ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലം തൊട്ട് ചെയ്യുകയും ശീലിക്കുകയും ഒക്കെ. കൽപ്പാത്തി തേര അതെ, കൽപ്പാത്തി തേര ആദ്യമാണ്. അപ്പൊ അല്ലാതെ ഇതിന്റെയൊക്കെ നാട്ടിൽ നിന്നാണ് ഞാനും വരുന്നത്. ഇനിയുള്ള തേരിനൊക്കെ ഒരുമിച്ച് ഉണ്ടാവും.